ഹലോ ഗൈസ് സുഖല്ലേ. രാവിലെ മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റി വിട്ടിട്ട് നേരെ കമ്പനിക്ക് പോയിട്ടാ മുന്നേ കണ്ടിന് ഒറ്റ മൈൻ തന്നെ. ഇങ്ങനത്തേല് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാ ആൾക്കാരും കമന്റ് ഇട്. ഞങ്ങൾക്ക് ഏതായാലും വിശ്വാസമില്ല. രാവിലെ റൂമിൽ തിന്നാനൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് പട്ടാണി റൊട്ടിയും കീമ കറിയും തിന്നു. നല്ല ഓയിലാണ്, പക്ഷെ ടേസ്റ്റ് ആയത്. ഷെയർബായി വിളിച്ചിട്ടൊരു സാധനം തന്നു, ചുർപ്പി ഫ്രം നേപ്പാൾ. ഇത് ഇട്ടിനെങ്കിൽ 1 മണിക്കൂർ ബായിൽ തന്നെ ഉണ്ടാവും. പണിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഉച്ചയാകുമ്പോൾ റൂമിലേക്ക് വന്ന്. റൂമിൽ വന്നിട്ടാകുമ്പോൾ ഇന്നലത്തെ കറിയുണ്ട്, ഇന്നത്തെ കറിയുണ്ട്, അതെല്ലാം കൂട്ടിയിട്ട് ചോറും വെച്ച് അൽഹംദുലില്ലാ. പടച്ചോനടുക്ക് സുജൂദ് ചെയ്യാൻ വലിയ സ്ഥലം ഒന്നും വേണ്ടടോ. അബ്രാർക്ക് അൺലോഡിംഗ് ചെയ്തോണ്ടുണ്ട്. റൂമിലെത്തിയിട്ട് നമുക്ക് തങ്ങളെ കൃഷിയിൽ കുമ്പളെങ്ങെല്ലാം പൊടിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നെസ്റ്റോല് പോയി. ഇത് നമ്മളെ നാസർ നമ്മളെ പഴയ ചങ്ങായി. അങ്ങനെ ഓനെയും കണ്ട് റൂമിലെത്തിയിട്ട് നമുക്ക് തങ്ങള് പരിപാടി തുടങ്ങി. ഇന്ന് തങ്ങളെ മെസ്സാണ്. കടുവും മുളകെല്ലാം കാച്ചിക്കൊണ്ടുണ്ട്. ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും. വർക്ക് വിളിച്ചിട്ടാകുമ്പോ ഉമ്മ ചോദിച്ചു, ഇതെന്ത് രാത്രി നിങ്ങൾ ഇഡ്ഡലി ഇടുന്നുണ്ട്? നമുക്ക് രാത്രിയല്ല സമയമില്ലു, രാവിലെ ചൂടേണ്ട സമയം. ചൂടുന്നതിന്റെ ഇടയ്ക്ക് സതീഷ് ചേട്ടൻ ഒരു ദോശ ഇടാറുണ്ട്. ദോശയാണെങ്കിൽ മോത്തക്കോളായി, അത് മാവ് കുറച്ച് ടൈറ്റ് ആയിരുന്നു. അത് നല്ല മൊരിച്ചിട്ട് എടുക്കാറുണ്ട്. അങ്ങനെ എടുത്തിട്ടാകുമ്പോ എന്തോ ഒരു പാങ്ങ് നെയ്യെല്ലാം ഒഴിച്ചിട്ടാകുമ്പോ ഇന്ന് നല്ല ചെറിയ മത്തി കിട്ടീന്. അങ്ങനെ മത്തി പൊരിച്ചോണ്ടുണ്ട്, ഇഡ്ഡലി ആയിക്കൊണ്ടുണ്ട്. ബാക്കി വന്ന മാവ് കുറച്ച് ലൂസാക്കിയിട്ട് ദോശയും ചുട്ട് നല്ല മൊരിഞ്ഞ ദോശയും സാമ്പാറും കൂട്ടിട്ട് തിന്നിട്ട് നമ്മ ഉറങ്ങി. അപ്പൊ ഓക്കെ, ബൈ.